ഒരു സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഒരു സ്ഥാപനമുണ്ട്. 2013 ആ സ്ഥാപനം സ്ഥാപിതമായത്. ആ സ്ഥാപനത്തിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹെഡ് ക്വാർട്ടർ നവി മുംബൈയിലുമാണ്. ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 8 പ്രകാരമുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് സ്ഥാപനമായിട്ടാണ്. ഇവിടെ ചോദ്യം ഇതാണ്: ഏതാണ് ആ സ്ഥാപനം? ആരെല്ലാമാണ് ഈ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്? സ്ഥാപനത്തിന്റെ പേര് വേറെ ഒന്നുമില്ല, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് 2013 സ്ഥാപിതമായ സെക്ഷൻ 8 പ്രകാരമുള്ള സ്ഥാപനത്തിന്റെ പേരാണ് നാഷണൽ സെന്റർ ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സ്ഥാപനത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു: നാഷണൽ സെന്റർ ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഈ സ്ഥാപനം സ്ഥാപിതമായത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനം സ്ഥാപിതം ഏത് വർഷമാണ്? 2013. ഈ സ്ഥാപനം കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 8 പ്രകാരമുള്ള സ്ഥാപനമാണ്. കമ്പനീസ് ആക്ട് 2013, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 8 പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാപന ഹെഡ് ക്വാർട്ടർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് ക്വാർട്ടർ എവിടെ? നവി മുംബൈ. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? നവി മുംബൈയിലുമാണ്. ഈ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനം ആരൊക്കെയാണ്? പ്രൊമോട്ടേഴ്സ് ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI, രണ്ടാമത്തെ സ്ഥാപനം IRDAI, മൂന്നാമത്തെ സ്ഥാനം PFRDA, നാലാമത്തെ സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ സെബിയുമാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുമാണ്. ഇപ്പൊ നാഷണൽ സെന്റർ ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയെന്ന് ചോദിച്ചാൽ നവി മുംബൈയിലാണ്. കാര്യം മറക്കണ്ട, നവി മുംബൈയിലാണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളോട് ലോൺ കൊടുക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കുറച്ച് ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഏരിയാസ് എന്ന് പറയുന്നത്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഏരിയാസ് എന്നാണ് പറയുന്നത്. PSL എന്ന് ചുരുക്കം പറയും. ഓക്കെ, ആ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഏരിയാസിൽ ഉൾപ്പെടുന്ന മേഖലകളാണ് ഏതൊക്കെ? നമ്മുടെ എക്സ്പോർട്ട് ക്രെഡിറ്റ്, MSME, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, കോട്ടേജ് ഇൻഡസ്ട്രി തുടങ്ങിയൊക്കെ ഇതിൽപ്പെടുന്നതാണ് നമ്മുടെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഏരിയാസിൽ പെടുന്ന സ്ഥാപനങ്ങൾ. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എത്ര തരത്തിലുള്ള പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റുകളാണ് കൊടുക്കുന്നത്? അപ്പൊ ആദ്യം പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഏരിയാസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതൊക്കെയെന്ന് ആദ്യം നോക്കാം. ആ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഏരിയാസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് MSME പറയാം, മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസ് പറയാം. പിന്നെ എഡ്യൂക്കേഷൻ മേഖല പറയാം. പിന്നെ നമ്മുടെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പറയാം. അതായത് ഹോസ്പിറ്റലുകൾ, സ്കൂൾ ബിൽഡിംഗ് ഒക്കെ പറയാം, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പറയാം. പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ പറയാം. പിന്നെ നമ്മുടെ ഭവന നിർമ്മാണം, ഹൗസിംഗ് പറയാം. പിന്നെ നമുക്ക് പറയാം നമ്മുടെ എക്സ്പോർട്ട് ക്രെഡിറ്റ് പറയാം. എക്സ്പോർട്ട് ക്രെഡിറ്റ് പറയാം. പിന്നെ നമുക്ക് പറയാവുന്ന ഏരിയയാണ് ഏത്? റിന്യൂവബിൾ എനർജി. പിന്നെ നമുക്ക് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഇങ്ങനെ ഒരുപാട് ഏരിയകൾ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഏരിയാസിലുണ്ട്. ഓക്കെ, എത്ര തരത്തിലുള്ള പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എത്ര ടൈപ്പ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ഓക്കെ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എണ്ണം എത്രയാണ്? 4 ആണ്. ഓക്കെ, 4 ടൈപ്പ്, 4 ടൈപ്പ്
4 ടൈപ്പ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ടൈപ്പ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതെല്ലാമാണ് ആ 4 ടൈപ്പുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഏതാണ്? PSLC അഗ്രികൾച്ചർ. രണ്ടാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSLC SF-MF. മൂന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSLC മൈക്രോ എന്റർപ്രൈസ്. നാലാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSLC ജനറൽ. ഇങ്ങനെ 4 പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത്, RBI പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വായിക്കുമ്പോൾ കിട്ടിയൊരു വേർഡ് ഉണ്ട്, ആ വേർഡിന്റെ ഫുൾ നെയിം ഒന്ന് ഓർത്ത് വെക്കുക. ആ വേർഡിന്റെ ഫുൾ നെയിം ഇതാണ്, COB എന്നാണ് വേർഡ്. CEOB. എന്താണ് COB എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ എന്താണ്? ക്രെഡിറ്റ് ഇക്വാലന്റ് ഓഫ് balance sheet exposure എന്നാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡ് ഉണ്ട്, ആ വേർഡ് അതാണ് ANBC. എന്താ ANBC എന്ന് പറയുന്ന വേർഡിന്റെ ഫുൾ നെയിം? PSLC ഉണ്ട്, നമ്മൾ ധാരാളം കേൾക്കുന്ന വേർഡാണ്. എന്താണ്? അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്. അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് എന്നാണ് ഏതിന്റെ ഫുൾ നെയിം? നമ്മുടെ ANBC എന്ന വേർഡിന്റെ ഫുൾ നെയിം. ANBC എന്ന വേർഡിന്റെ ഫുൾ നെയിം അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാവുന്ന ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന ചോദ്യമാണ്, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ സെപ്റ്റംബർ 2025 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത നമ്മുടെ ഫാർമ മേഖലയിലെ ഇന്നോവേഷൻസ്, ഡൊമസ്റ്റിക് ഇന്നോവേഷൻസ് ബൂസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേരെന്താണ്? ഓക്കെ, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഡൊമസ്റ്റിക് ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സ്കീമുണ്ട്. ആ സ്കീമിന്റെ പേരെന്താണ്? ഈ സ്കീം അനൗൺസ് ചെയ്ത് 2023 ഈ സ്കീമിന്റെ ഔട്ട്ലേ എന്ന് പറയുന്നത് 5000 കോടി രൂപയുമാണ്. ഈ 5000 കോടി രൂപയിൽ 4250 കോടി രൂപയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രൊജക്ടിന് ആ പ്രൊജക്ടിന്റെ 30 to 50% എന്തായി കൊടുക്കുന്നു? ഫണ്ടിങ് സപ്പോർട്ടായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ 6 ഏരിയാസ് ആണ് ഇവരിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്കീം ഏത് മിനിസ്റ്റർ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസറിന്റെ കീഴിലുമാണ്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഡൊമസ്റ്റിക് ഇന്നോവേഷൻ പ്രൊമോഷന്റെ ഭാഗമായി ലോഞ്ച് ചെയ്ത സ്കീമിന്റെ പേരെന്ത്? ആ സ്കീമിന്റെ പേരാണ് പ്രിപ്പ് എന്ന് പറയും. PRIP, പ്രിപ്പ് എന്ന് പറയും. ഓക്കെ, ഈ പ്രിപ്പ് എന്ന സ്കീം അനൗൺസ് ചെയ്ത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഗസ്റ്റ് 2023 ഓഗസ്റ്റ് 2023. ഈ പ്രിപ്പിന്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻ ഫാർമ മെഡ്ടെക് എന്നാണ്. മെഡ്ടെക് എന്നുമാണ്. ഓക്കെ, ഈ സ്കീമിന്റെ ഔട്ട്ലേ എത്ര കോടി രൂപയാണ്? പ്രിപ്പ് എന്ന സ്കീമിന്റെ ഔട്ട്ലേ എത്ര കോടി രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണത്? 5000 crore rupees. 5000 കോടി രൂപയാണ്. 5000 കോടി രൂപയാണ്. ഓക്കെ, ഇതില് R&Dക്ക് വേണ്ടി 5000 എത്ര കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 4250 കോടി രൂപ. 4250 കോടി രൂപ. ഇനി ഈ സ്കീം ഏത് മിനിസ്റ്റർ കീഴിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസറിന്. ഓക്കെ, നോഡൽ മിനിസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നോഡൽ മിനിസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ ആണ്. ഏതാണ്? കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ ആണ്. കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ ആണ് നോഡൽ മിനിസ്ട്രി. ഓക്കെ, ഒരു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന എത്ര ഏരിയാസ്? മെയിൻ ഏരിയാസ് എത്ര എണ്ണമാണ്? മെയിൻ ഏരിയാസ് എത്ര എണ്ണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഏരിയാസ് ഫോക്കസ് ചെയ്യുന്നത്? 6 ഏരിയാസ് ആണ്. 6 ഏരിയാസിലായിട്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതില് ഒരു പ്രൊജക്ടിന് എത്ര ശതമാനമാണ് ഫണ്ടിങ് സപ്പോർട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടിങ് സപ്പോർട്ട് എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 30-50% ആണ് ഫണ്ടിങ് സപ്പോർട്ടായിട്ട് ഈ പ്രൊജക്ടിന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഹെർബൽ മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺഫറൻസ് ഈ അടുത്ത കാലത്ത് നടന്നു. ഹെർബൽ മെഡിസിനുമായി ബന്ധപ്പെട്ട കോൺഫറൻസ്. ഓക്കെ, ആ കോൺഫറൻസിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോൺഫറൻസിന്റെ പേര് എന്താണ്? WHO IRCH വർക്ക്ഷോപ്പ് എന്ന് പറയും. WHO IRCH വർക്ക്ഷോപ്പ്. ഓക്കെ, ഈ WHO IRCH വർക്ക്ഷോപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ IRCHന്റെ ഫുൾ നെയിം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. IRCHന്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ റെഗുലേറ്ററി കോപ്പറേഷൻ ഫോർ ഹെർബൽ മെഡിസിൻ എന്നാണ്. IRCHന്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ റെഗുലേറ്ററി കോപ്പറേഷൻ ഫോർ ഹെർബൽ മെഡിസിൻ എന്നുമാണ്. ഓക്കെ, ഈ കോൺഫറൻസ് ആരെല്ലാം സംയുക്തമായിട്ടാണ് ഹോസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഫറൻസ് ആരെല്ലാം സംയുക്തമായിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്? അത് ഹോസ്റ്റ് ചെയ്ത മിനിസ്ട്രി ഓഫ് ആയുഷിനുള്ള സ്ഥാപനമാണ്. പിന്നെ WHO ഉണ്ട്. ഏത് സ്ഥാപനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റ് ചെയ്ത സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെ പേരെന്താണ്? ഫാർമക്കോപ്പിയ കമ്മീഷൻ ഫോർ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി എന്ന് പറയും. ഫാർമക്കോപ്പിയ കമ്മീഷൻ ഫോർ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി എന്ന് പറയും. അവരാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. ഈ കോൺഫറൻസ് എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാർമക്കോപ്പിയ കമ്മീഷൻ ഫോർ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി മിനിസ്ട്രി ഓഫ് ആയുഷിന് കീഴിലാണ്. ഇത് എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ലൊക്കേഷൻ? ഗാസിയാബാദിലാണ്. ഓക്കെ, എവിടെ വെച്ചിട്ടാണ് ഈ കോൺഫറൻസ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഗാസിയാബാദിലാണ് ഈ കോൺഫറൻസ് നടന്നത്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണം. കോൺഫറൻസ് വെന്യൂ എവിടെയാണ്? ഗാസിയാബാദിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് കീഴിലുള്ള സ്ഥാപനമാണ് CMFRI എന്ന് പറയുന്ന സ്ഥാപനം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് CMFRI എന്ന സ്ഥാപനം ഉള്ള കാര്യം നമുക്കറിയാം. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ICAR CMFRIയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ മറൈൻ ഫിഷ് ലാൻഡിങ് എത്ര ടണ്ണാണ്? അത് കമ്പയർഡ് ടു 2023 എത്ര ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിഷ് കാച്ചിങ് നടക്കുന്നത് ഗുജറാത്തിലാണ്. രണ്ടാമത് തമിഴ്നാട്, മൂന്നാമത് കേരളവുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ICAR CMFRI ഓക്കെ, ഇന്ത്യൻ മറൈൻ ഫിഷ് ലാൻഡിങ് ഓക്കെ, അത് 2024 എത്ര മില്യൺ ടൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.47 മില്യൺ ടൺ ആണ്. 3.47 മില്യൺ ടൺ ആണ്.
അവിടെ എത്ര ശതമാനത്തിൽ ഡിക്ലൈൻ ആണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഡിക്ലൈൻ എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2% ഡിക്ലൈനുമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ടോപ്പ് ഫിഷ് കാച്ച് സ്റ്റേറ്റ് ഏതാണ്? ടോപ്പ് ഫിഷ് കാച്ച് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ സ്റ്റേറ്റ്? അത് ഗുജറാത്ത് ആണ്. രണ്ടാമത് ഏതാണ്? തമിഴ്നാടു ആണ്. മൂന്നാമത് ഏതാണ്? കേരളവുമാണ്. അപ്പോൾ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ചോദ്യം തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ് ആർസിൽ എന്ന് പറയുന്നത്. ആ ആർസിലിന്റെ പുതിയ മേധാവി ആരാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർസിലിന്റെ പുതിയ മേധാവി ആരാണ് എന്ന് ഉത്തരം ഒന്ന് കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം, നമ്മൾ വേറൊരു സ്ഥാപനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർനാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. അതിന്റെ മേധാവിയുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാ? അഭിഷേക് മഹേശ്വരി എന്ന വ്യക്തി. അഭിഷേക് മഹേശ്വരി എന്ന വ്യക്തിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഈ അടുത്ത കാലത്ത് ഉക്രൈൻ എന്ന രാഷ്ട്രം അൺവീൽ ചെയ്ത ക്രൂയിസ് മിസൈലിന്റെ പേര് എന്താണ്? അത് ആരാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്? എത്രയാണ് അതിന്റെ വാർഹെഡ് കപ്പാസിറ്റി? അതിന്റെ ടേക്ക് ഓഫ് വെയിറ്റ് എത്രയാണ്? അതിന്റെ റേഞ്ച് എത്രയാണ്? അപ്പൊ ചോദ്യം ഇതാണ്, ഉക്രൈൻ എന്ന രാഷ്ട്രം ഡെവലപ്പ് ചെയ്തെടുത്ത പുതിയ ക്രൂയിസ് മിസൈലിന്റെ പേരെന്താണ്? ഉക്രൈൻ ഡെവലപ്പ് ചെയ്തെടുത്ത പുതിയ ക്രൂയിസ് മിസൈലിന്റെ പേര് എന്താണ്? ഉക്രൈൻ ഡെവലപ്പ് ചെയ്തെടുത്ത ആ ക്രൂയിസ് മിസൈലിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് എന്താണ്? FP5 എന്നാണ്. FP5 ഫ്ലെമിംഗോ എന്നാണ്. FP5 ഫ്ലെമിംഗോ മിസൈലുമാണ്. ഓക്കെ, ഇതൊരു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലാണ്. ഇത് ആര് ഡെവലപ്പ് ചെയ്തെടുത്തു എന്ന് ചോദിച്ചാൽ ആ സ്ഥാപനത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയർ പോയിന്റ് ഡിഫൻസ് കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. UK ഫയർ പോയിന്റ് ഡിഫൻസ് കമ്പനിയുമാണ്. അതിന്റെ റേഞ്ച് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണത്? 3000 കിലോമീറ്റർ ആണ്. ഇതിന്റെ വാർഹെഡ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1150 കിലോഗ്രാമാണ്. 1150 കിലോഗ്രാമാണ്. ഈ മിസൈലിന്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എത്രയാണ്? അത് 6000 കിലോ ആണ്. എത്രയാണ്? 6000 കിലോവുമാണ്. അപ്പോൾ ആ പോയിന്റ് അവിടെ മറക്കണ്ട. ഏത് രാഷ്ട്രത്തിന്? ഉക്രൈൻ്റെ. അതേമാതിരി നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നമ്മളെ സ്പോർട്സ് മേഖല ധാരാളം കേൾക്കുന്ന സംഭവമാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ആ ഡോപ്പിങ്ങിലെ അന്താരാഷ്ട്ര ഏജൻസിയുണ്ട്. ആ അന്താരാഷ്ട്ര ഏജൻസി ഏകദേശം 450ഓളം ഐറ്റംസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാൻ ചെയ്ത ഐറ്റംസ് ഉണ്ട്, പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഉണ്ട്. ആ അന്താരാഷ്ട്ര ഏജൻസി വാഡ എന്നും പറയും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യ നമുക്കറിയാം ഈ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സക്സസ്ഫുള്ളി ഡെവലപ്പ് ചെയ്തെടുത്ത ഹൈ പ്യൂരിറ്റി റഫറൻസ് മെറ്റീരിയലിന്റെ പേരെന്താണ്? ആരെല്ലാം സംയുക്തമായിട്ടാണ് ആ ഹൈ പ്യൂരിറ്റി റഫറൻസ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തെടുത്തത്? ഓക്കെ, ആന്റി ഡോപ്പിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്ത ഹൈ പ്യൂരിറ്റി റഫറൻസ് മെറ്റീരിയലിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പേര്? മെത്താഡിയോൺ ലോങ് ടേം മെറ്റാബോളൈറ്റ് എന്ന് പറയും. ഓക്കെ, മെത്താഡിയോൺ ലോങ് ടേം മെറ്റാബോളൈറ്റ് എന്ന് പറയും. ഇത് ആരെല്ലാം സംയുക്തമായിട്ടാണ് ഈ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനം. NIPER, ഞാൻ ഷോർട്ട് എഴുതുന്നുള്ളൂ. NIPER ഫുൾ നെയിം ഇതാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചും. പിന്നെ ഏത് സ്ഥാപനമാണ്? നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി. നാഷണൽ നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറിയും സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. ഓക്കെ, വാട ബാൻ ചെയ്ത സബ്സ്റ്റൻസുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല, അത് ഉത്തേജക മരുന്നുണ്ട് എന്നാണ് വാട പറഞ്ഞിട്ടുള്ളത്. 450 പ്രോഡക്റ്റുകളെയാണ് വാട ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ പോയിന്റും അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാവുന്ന വേറൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ചോദ്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2025 ഒരു കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് ആ കോൺഫറൻസ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അത് നമുക്കറിയാം. ബയോഡൈവേഴ്സിറ്റി മേഖല നമ്മുടെ ഒരു പോളിസി ഉണ്ട്, BioE3, ബയോടെക്നോളജി മേഖലയുമായി ബന്ധപ്പെട്ട കോൺഫറൻസ്, ബയോഡൈവേഴ്സിറ്റിയിലെ ബയോടെക്നോളജി. ഓക്കെ, ആ കോൺഫറൻസിന്റെ പേരാണ് BioE3@1 എന്ന് പറയും. ഓക്കെ, ബയോടെക്നോളജിയാണ്, ബയോഡൈവേഴ്സിറ്റിയിലെ പറയുന്നത് തെറ്റിപ്പോയതാണ്. BioE3@1 എന്നൊരു കോൺഫറൻസ് ഉണ്ട്. ഓക്കെ, ഈ കോൺഫറൻസ് എവിടെ വെച്ചിട്ടാണ് നടന്നത്, ആരാണ് ഹോസ്റ്റ് ചെയ്തത്? ഓക്കെ, ബയോടെക്നോളജി മേഖലയിലെ ആ കോൺഫറൻസിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോൺഫറൻസിന്റെ പേരാണ് എന്ത്? BioE3@1 ഇന്റർനാഷണൽ സെന്റർ ഫോർ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോടെക്നോളജി എന്നുമാണ്. ഓക്കെ, ഈ ഇന്റർനാഷണൽ സെന്റർ ഫോർ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോടെക്നോളജി തന്നെയാണ് ഇത് ഓർഗനൈസ് ചെയ്യും ചെയ്തിട്ടുള്ളത്. അത് എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്ന എവിടെയാണ്? ന്യൂഡൽഹിയുമാണ്. ബയോടെക്നോളജി മേഖല നമ്മുടെ ഒരു പോളിസിയാണ് BioE3 എന്നൊരു പോളിസി. അതിൽ 3 ഇകൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചുകൊണ്ട് പിന്നെ അത് വീണ്ടും അതിലോട്ട് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. എത്രാമത്തെ ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പാണ് നടക്കാൻ പോകുന്നത്? സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 11 വരെയാണ്. ഓക്കെ, അതിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത് ജൽവീറുമാണ്. എവിടെ വെച്ചിട്ട്? എത്രാമത്തെ? 2025 എത്രാമത്തെ ഏഷ്യൻ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പാണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെയാണ്? അത് 11ാമത്തെയുമാണ്. ഓക്കെ, അതിന്റെ മാസ്കോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ്കോട്ട് എന്താണ്? ജൽവീറുമാണ്. ഓക്കെ, അത് എവിടെ വെച്ചിട്ട് എന്ന് ചോദിച്ചാൽ എവിടെ വെച്ചിട്ട്? അഹമ്മദാബാദ്. ലൊക്കേഷൻ എവിടെയാണ്? അഹമ്മദാബാദുമാണ്. ഓക്കെ, ഇതിൽ വിജയിക്കുന്ന ആളുകൾക്ക് ഏഷ്യൻ ഗെയിംസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എൻട്രിങ് ലഭിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആരെഴുതിയ പുസ്തകമാണ് ദ വെയിറ്റ് ലോസ് ഡ്രഗ്സ് ഹൗ ടു യൂസ് ദം എന്ന പുസ്തകത്തിന്റെ പേര് കൂടി പറയാം. ദ വെയിറ്റ് ലോസ് റെവല്യൂഷൻ ഡ്രഗ്സ് ആൻഡ് ഹൗ ടു യൂസ് ദം എന്ന പുസ്തകം ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം എഴുതിയ വ്യക്തിയുടെ പേരെന്താണ്? ആ വ്യക്തിയുടെ പേരെന്ത്? അംബരീഷ് മിത്തൽ എന്ന് പറയും. അംബരീഷ് മിത്തൽ എന്ന വ്യക്തിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാവുന്ന വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്.
ഓക്കെ, അംബരീഷ് മിത്തൽ എന്ന വ്യക്തിയാണ് ആ പുസ്തകം എഴുതിയത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വേൾഡ് ബാങ്കിന് കീഴിൽ 5 ഏജൻസികൾ ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. അതിലൊരു ഏജൻസിയാണ് ഇത്, വേൾഡ് ബാങ്കിന് കീഴിലുള്ള ഒരു ഏജൻസിന് IBRD എന്ന് പറയുന്ന ഏജൻസി. IBRD എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് വേൾഡ് ബാങ്കിന് കീഴിൽ. ആ IBRD എന്ന ഏജൻസി നമ്മുടെ 2 സംസ്ഥാനങ്ങൾക്ക് ലോൺ നൽകി. ആ ലോൺ നൽകിയത് എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്ടുകളുടെ ഭാഗമായിട്ടാണ്. കോസ്റ്റൽ റീസൈലൻസ് സ്ട്രെങ്തൻ ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റൽ എക്കണോമി സ്ട്രെങ്തൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി വേൾഡ് ബാങ്ക് നമ്മുടെ 2 സംസ്ഥാനങ്ങൾക്ക് ലോൺ നൽകിയിട്ടുണ്ട്. അതായിരിക്കണം നമ്മുടെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊജക്ടിന് വേൾഡ് ബാങ്ക് ലോൺ നൽകി. ഏതാണ് ആ പ്രൊജക്ടിന്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രൊജക്ടിന്റെ പേര് എന്ത്? ഷോർ എന്ന് പറയുന്നത്, SHORE, ഷോർ എന്നുമാണ് പറയുന്നത്. എത്രയാണ് ലോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോൺ എത്രയാണ്? 212.64 മില്യണുമാണ്. അത് ലോൺ നൽകിയത് വേൾഡ് ബാങ്കിന് കീഴിലുള്ള IBRD ആണ് ലോൺ നൽകിയത്. ആ ലോണിന്റെ റീപേയ്മെന്റ് പീരീഡ് 23 വർഷമാണ്. റീപേയ്മെന്റ് പീരീഡ് എത്രയെന്ന് ചോദിച്ചാൽ 23 വർഷവുമാണ്. ഓക്കെ, അതിന്റെ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് 6.5 വർഷവുമാണ്. ഈ ഷോർ എന്ന വേർഡിന്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് കോസ്റ്റൽ റീസൈലൻസ് ആൻഡ് ദ എക്കണോമി എന്നുമാണ്. ഓക്കെ, അപ്പോ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ഷോർ എന്ന് പറയും. അതിന് വേൾഡ് ബാങ്കിന് കീഴിലുള്ള IBRD ലോൺ നൽകി. അത് ലോൺ എമൗണ്ട് 212.64 മില്യൺ US ഡോളറുമാണ്. ആ ലോണിന്റെ റീപേയ്മെന്റ് പീരീഡ് എന്ന് 23 വർഷമാണ്. അതിന്റെ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് 6.5 വർഷവുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. 6.5 വർഷമാണ് അതിന്റെ എന്ത് പറയുന്നത്, ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാവുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം സ്ഥാപിതമായത് സെപ്റ്റംബർ 7, 2016 ഓക്കെ, ആ സ്ഥാപനത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ പേരെന്ത്? IEPFA എന്ന് പറയും. IEPFA. ഈ IEPFA എന്ന് വേണ്ട ഫുൾ നെയിം എന്താണ്? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം സ്ഥാപിതമായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 7, 2016 ഏത് മിനിസ്റ്റർ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിലുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കാര്യം പറയാം, 2025 അതിന്റെ 9ാമത്തെ വാർഷികമായിരിക്കും എന്നറിയാം. 9ാമത്തെ വാർഷികമായിരിക്കും എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി ഈ അടുത്ത കാലത്തെ ഒരു കോൺഫറൻസ്, ഒരു നാഷണൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിച്ചു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്. ആ കോൺഫറൻസ് എവിടെ വെച്ച് നടന്നു? ആ കോൺഫറൻസിന്റെ തീം എന്താണ്? ഓക്കെ, IEPFA യുടെ നാഷണൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ വെന്യൂ എവിടെയാണെന്ന് ചോദിച്ചാൽ ആ വെന്യൂ എവിടെയാണ്? ന്യൂഡൽഹിയുമാണ്. ആ കോൺഫറൻസിന്റെ തീം എന്താണ്? ആ കോൺഫറൻസ് തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലെയിമിംഗ് ദ അൺക്ലെയിംഡ്, the potential
the potential of idle financial assets in India. ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയും. അപ്പൊ IPFA എന്ന സ്ഥാപനത്തിന്റെ ഫുൾ നെയിം എന്താണ്? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ഫണ്ട് അതോറിറ്റി എന്നാണ്. ആ ഫണ്ട് അതോറിറ്റി ഫോം ചെയ്ത വർഷം 2016 ആ സ്ഥാപനമുള്ളത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിലുമാണ്. അതിന്റെ 2025 ഒമ്പതാമത്തെ വാർഷികമാണ് സെലിബ്രേറ്റ്. 9th ആനിവേഴ്സറിയാണ് സെലിബ്രേറ്റ്. അതുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നു. അത് എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ വെച്ചാണ് നടന്നത്? അത് നമ്മുടെ ന്യൂഡൽഹിയിലാണ്. അതിന്റെ തീം എന്താണ്? ക്ലെയിമിംഗ് ദ അൺക്ലെയിംഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1929 സ്ഥാപിതമായ ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PR ശേഷാദ്രി എന്ന് പറയുന്ന വ്യക്തിയാണ്. PR ശേഷാദ്രി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഏതാ ബാങ്ക് എന്ന് ചോദിച്ചാൽ ആ ബാങ്ക് വേറെ ഒന്നുമല്ല, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. SIB ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കുമാണ്. എക്സ്പീരിയൻസ് നെക്സ്റ്റ് ജനറേഷൻ ബാങ്ക് ഇൻ ടാഗ് ലൈൻ ആണ്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഈ അടുത്ത കാലത്തായിട്ട് ഡിജിറ്റൽ ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഫെസിലിറ്റി ലോഞ്ച് ചെയ്തു. ഓക്കെ, ഡിജിറ്റൽ ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഫെസിലിറ്റി ആര് ലോഞ്ച് ചെയ്തു? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലോഞ്ച് ചെയ്തു. ഈ സംവിധാനം ലോഞ്ച് ചെയ്തു. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോം വഴിയാണ്? ആരാണ് ഇതിന്റെ പാർട്ട്ണർ? ലോൺ പ്രൊവൈഡഡ് ത്രൂ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പ്ലാറ്റ്ഫോം? ധൻ ലാപ്പ് എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. ധൻ ലാപ്പ് എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. ഓക്കെ, അതിന് പാർട്ട്ണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണർ ആയിട്ടുള്ള സ്ഥാപനം ഏതാണ്? ആർക്ക് നിയോ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആർക്ക് നിയോ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയും. ആർക്ക് നിയോ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴി. ഓക്കെ, അപ്പൊ ആ പോയിന്റും അവിടെ മറക്കണ്ട. ഇതിനു മുൻപേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ DSB ഫൈനാൻസും ഫോൺപേയുമായി ചേർന്നുകൊണ്ട് ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങി എന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന് കീഴിലുള്ള ഒരു സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ സ്റ്റുഡൻസിന്റെ എംപവർമെന്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. ഇവിടെ ചോദ്യം ഇതാണ്, ആ കോൾ ഇന്ത്യ ലിമിറ്റിന്റെ പാർട്ട്ണർ ആരാണ്? അതായത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ ഏത് സ്ഥാപനമാണ്? എന്താണ് ആ പ്രൊജക്ടിന്റെ പേര്? ഓക്കെ, അപ്പോ ഇത്ര മാത്രമേ ഉള്ളൂ. EMRS എന്ന് പറഞ്ഞാൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. EMRSലെ ട്രൈബൽ സ്റ്റുഡൻസിന്റെ എംപവർമെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡ് ഒരു സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അത് ഏത് സ്ഥാപനം എന്ന് ചോദിച്ചാൽ ആ സ്ഥാപനത്തിന്റെ പേരെന്താണ്? ആ സ്ഥാപനത്തിന്റെ പേരാണ് NSTFDC എന്ന് പറയും. ഈ NSTFDC എന്ന സ്ഥാപനം മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന് കീഴിലുമാണ്. എന്താണ് ആ പ്രൊജക്ടിന്റെ പേര്? എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപവറിംഗ്
ട്രൈബൽ സ്റ്റുഡൻസ്, empowering tribal students in EMRS, in EMRS through digital access, through digital access, through digital access എന്നുമാണ്, through digital access എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡിജിറ്റൽ ആക്സസ് എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് പറയാവുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഇപ്പൊ GST റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ പല സ്ഥാപനങ്ങളും പഴയ റേറ്റിലുള്ള പഴയ ഇതിലാണ് പ്രോഡക്റ്റ് MRP ഒക്കെ പഴയതാണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് FMCG കമ്പനിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ആ റേറ്റില് പ്രോഡക്റ്റ് വിൽക്കാം എന്ന് വരെ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സെൻട്രൽ ഗവൺമെന്റ് FMCG കമ്പനികൾക്ക് ഈ അൺസോൾഡ് പാക്കേജ് ഫുഡ് ഐറ്റംസിലുള്ള അൺസോൾഡ് പാക്കേജ് ഗുഡ്സ്, നോട്ട് ഫുഡ് ഐറ്റംസ്, ഗുഡ്സിനുള്ള റേറ്റില് പ്രോഡക്റ്റുകൾ വിൽക്കാം എന്ന് വരെ എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ. FMCG കമ്പനീസ് MRP unsold package goods, unsold package items, package goods until അത് മുഴുവൻ സെൻറ്റൻസ് എഴുതിയിട്ടില്ല, അത് എന്ന് വരെ എന്ന് ചോദിച്ചാൽ ഡിസംബർ 31, 2025 ഡിസംബർ 31, 2025. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഡിസംബർ 31, 2025. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. ഇന്നലെ നമ്മൾ റാബി അഭിയാനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. റാബി അഭിയാനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, റാബി അഭിയാൻ. ഈ അടുത്ത കാലത്തായി നടന്ന ഒരു സിംബോസിയം ഉണ്ട്. ആ സിംബോസിയത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിംബോസിന്റെ പേര് ടൈംലെസ് ടെക്സ്റ്റ് യൂണിവേഴ്സൽ ടീച്ചിങ് എന്നാണ്. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ടൈംലെസ് ടെക്സ്റ്റ് ആൻഡ് യൂണിവേഴ്സൽ ടീച്ചിങ്. ഇതൊരു സിംബോസിയമാണ്. ഈ സിംബോസിയം അത് പറഞ്ഞത് ഇത് എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആര് ഹോസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥാപനമാണ്. ഹോസ്റ്റ് ചെയ്ത സ്ഥാപനം എന്താണ്? ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് ആണ്. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് ആണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് ആണ് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്ത് ഒരു സ്കീം ലോഞ്ച് ചെയ്തു. ആ സ്കീമിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ റോഡ് ആക്സിഡന്റിനെ പറ്റി ആളുകൾ കിടക്കുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിൽ എത്തിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ആ വിക്ടിംസിനെ സഹായിക്കുന്ന ആ വ്യക്തിക്ക് 25,000 രൂപ ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. എന്താണ് ആ പദ്ധതിയുടെ പേര്? ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. ഗോൾഡൻ അവർ എന്ന ഫസ്റ്റ് 1 അവർ ആണ്. ഓക്കെ, മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്ത് റോഡ് ആക്സിഡന്റ് വിക്ടിംസിനെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ലോഞ്ച് ചെയ്ത സ്കീമിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ പേരെന്താണ്? റാഹ്വീർ സ്കീം എന്ന് പറയും. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് എന്താ ലഭിക്കുന്നത്? ആ സഹായിക്കുന്ന വ്യക്തിക്ക് എന്ത് ലഭിക്കുന്നു? ആ പേഴ്സണൽ എത്ര രൂപ? 25,000 റുപ്പീസ്. മുൻപത് 5,000 രൂപയായിരുന്നു, ഇപ്പോൾ 25,000 റുപ്പീസൊക്കെ മാറ്റി റോഡ് ആക്സിഡന്റ് വിക്ടിംസിനെ സഹായിക്കുന്ന വ്യക്തിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആസാം ടീയുടെ 200ാം വാർഷികമാണ് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആസാമിലെ 700 മില്യൺ ടൺ നമ്മുടെ ടീ പ്രൊഡക്ഷൻ ഒരു വർഷം നടക്കുന്നുണ്ട്. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആസാം ടീയുടെ 200ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ ആസാം ടീ ഗാർഡൻ വർക്കേഴ്സിലുള്ള ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീം തുടങ്ങി. അതായത് ആസാം ടീ ഗാർഡനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ധനസഹായം കൊടുക്കുന്ന സ്കീം തുടങ്ങി. അത് 5,000 രൂപ വൺ ടൈം ഗ്രാൻഡ് ആണ് കൊടുക്കുന്നത്. എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് വേറെ ഒന്നുമല്ല, AT കോഹ്ലി
ദൂത്തി പാൽ എന്ന് പറയും. AETI കോലി ദൂത്തി പാൽ എന്നൊരു സ്കീം ഉണ്ട്. ഓക്കെ, ഇതെന്താണ്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമാണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമാണ്. ഓക്കെ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമാണ്. ഏത് സംസ്ഥാനത്ത് തുടങ്ങി? ആസാമിൽ തുടങ്ങി. ആർക്ക് വേണ്ടി തുടങ്ങി? ടീ ഗാർഡൻ വർക്കേഴ്സിന് വേണ്ടി. തുടങ്ങിയ സ്കീമാണ്. ഓക്കെ, ഇതിന്റെ ഈ സ്കീമിന്റെ ഭാഗമായി എത്ര ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്? വൺ ടൈം ഗ്രാൻഡ് ആയിട്ട് എത്ര ലഭിക്കുന്നു? അത് 5000 രൂപയാണ്. എത്രയാണ്? 5000 റുപ്പീസുമാണ്. 5000 റുപ്പീസുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന ചോദ്യമാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആസാമിൽ തന്നെ ഒരു സ്കീം ലോഞ്ച് ചെയ്തു. അത് ആസാമിലെ റിസർച്ച് സ്കോളേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ആസാമിൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വെബ് പോർട്ടൽ ലോഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ചോദ്യം ഇതാണ്: ആസാമിലെ റിസർച്ച് സ്കോളേഴ്സിനെ എംപവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമിന്റെ പേരെന്താണ്? ഓക്കെ, 2500 രൂപ പെർ മന്ത് കിട്ടും. കൂടാതെ വൺ ടൈം ഗ്രാൻഡ് ആയിട്ട് ഒരു ഫുൾ ടൈം റിസർച്ച് സ്കോളർ ആണെങ്കിൽ 25000 രൂപയും ഒരു ദിവ്യാങ് ഫുൾ ടൈം റിസർച്ച് സ്കോളർ ആണെങ്കിൽ 40000 രൂപയും ലഭിക്കുന്ന സ്കീം ഉണ്ട്. എന്താണ് അതിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കീമിന്റെ പേര് എന്താണ്? മുഖ്യമന്ത്രി ജിബാൻ അനുപ്രേരണ എന്നൊരു സ്കീമുണ്ട്. ഈ സ്കീം എവിടെ തുടങ്ങി? ആസാമിൽ തുടങ്ങി. എന്തിനു വേണ്ടിയുള്ള സ്കീമാണ്? റിസർച്ച് സ്കോളേഴ്സ് എംപവർമെന്റ് ആണ്. ഓക്കെ, പെർ മന്ത് എത്രയാണ് ഗ്രാൻഡ് ലഭിക്കുക? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 2500 രൂപ. ഓക്കെ, ഒരു വർഷത്തോട്ടാണ്, 1 ഇയറിലോട്ടാണ് ലഭിക്കുക. ഓക്കെ, ഇനി വൺ ടൈം ഗ്രാൻഡ് ആയിട്ട് എത്ര ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഫുൾ ടൈം റിസർച്ച് സ്കോളർ ആണെങ്കിൽ 25,000 റുപ്പീസ്, 25000 രൂപ. ഒരു ദിവ്യാങ് റിസർച്ച് സ്കോളർ ആണെങ്കിൽ അവർക്ക് 40000 രൂപയാണ് ലഭിക്കുക. ഓക്കെ, ആസാമില് ഗവൺമെന്റ് എംപ്ലോയീസ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത വെബ് പോർട്ടലിന്റെ പേരെന്താണ്? ആസാമിലെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത വെബ് പോർട്ടൽ പേരെന്താണെന്ന് ചോദിച്ചു. അതിന്റെ പേരെന്താണ്? അതിന്റെ പേര് സ്വാഗത സതീർത്ത എന്ന് പറയും. സ്വാഗത സതീർത്ത എന്ന് പറയും. അപ്പൊ ആസാമിലെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത വെബ് പോർട്ടൽ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പേര്? സ്വാഗത സതീർത്ത എന്നുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇവിടെ പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 2024 വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാണ് നടന്നത്? ആ ചാമ്പ്യൻഷിപ്പ് നടന്നത് നമ്മുടെ ഇവിടെ ലിവർപൂൾ വെച്ചിട്ടാണ് ചാമ്പ്യൻഷിപ്പ് നടന്നു പറയാം. ഓക്കെ, ലിവർപൂൾ. ഇന്ത്യക്ക് 2 ഗോൾഡ് മെഡൽ ലഭിച്ച കാര്യവും നമുക്കറിയാം. 2 ഗോൾഡ് മെഡൽ. അത് ജാസ്മിൻ ലബോറിയ എന്ന വ്യക്തിയും രണ്ടാമത് മീനാക്ഷി ഹൂഡ എന്ന വ്യക്തിക്കുമാണ് ആ 2 ഗോൾഡ് മെഡൽ ലഭിച്ചത്. ഓക്കെ, അവരുടെ കാറ്റഗറിയും നമ്മൾ പഠിച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാങ്കാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്. ആ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ആരാണ്? അത് നമ്മുടെ ജപ്പാനാണ്. ഓക്കെ, ആ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ ഇന്ത്യയുടെ ഷെയർ ഹോൾഡിംഗ് പൊസിഷൻ എത്രയാണ്? ADBയിലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ ഇന്ത്യയുടെ ഷെയർ ഹോൾഡിംഗ് പൊസിഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണത്? 4ാം സ്ഥാനമാണ്. ജപ്പാൻ 1ാം സ്ഥാനം, US 2ാം സ്ഥാനം, 3ാം സ്ഥാനം ചൈനയുമാണ്. ഓക്കെ, ആ ADBയിലെ പുതിയ
എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആരെയാണ് നിയമിച്ചത്? വികാസ് ശീൽ എന്ന വ്യക്തിക്ക് പകരം ADBയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇന്ത്യയിൽ നിന്ന് നിയമിക്കപ്പെട്ട പേഴ്സണാലിറ്റി ആരാണ്? ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു. എന്താണ് അവരുടെ പേര്? എൽ സത്യ ശ്രീനിവാസ് എന്ന് പറയും. എൽ സത്യ ശ്രീനിവാസ്. എൽ സത്യ ശ്രീനിവാസ് എന്ന് പറയും. സത്യ ശ്രീനിവാസ് എന്ന് പറയും. ആർക്ക് പകരം വന്ന്? വികാസ് ഷീൽ എന്ന വ്യക്തിക്ക് പകരമാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ആ ADB ഈ അടുത്ത കാലത്തായിട്ട് ആസാമിലെ അർബൻ സെക്ടർ ഡെവലപ്മെന്റിന് വേണ്ടി ലോൺ കൊടുത്തിട്ടുണ്ട്. ADB ആസാമിലെ അർബൻ സെക്ടർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലോൺ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണ് ലോൺ എമൗണ്ട് എന്ന് ചോദിച്ചു. എത്ര ലോൺ എമൗണ്ട്? 125 മില്യണുമാണ്. 125 മില്യണുമാണ്. ഓക്കെ. അതേമാതിരി നമ്മുടെ ADB നമ്മുടെ ഏഷ്യ പസഫിക് റീജിയനിലെ പ്രൈവറ്റ് സെക്ടർ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമിന്റെ പേര്, ഒരു ഫണ്ടിങ് പ്രോഗ്രാം ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ADB ലോഞ്ച് ചെയ്ത പ്രൈവറ്റ് സെക്ടർ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത ഒരു ഫണ്ടിങ് പ്രോഗ്രാം ഉണ്ട്. എന്താണ് ആ പ്രോഗ്രാമിന്റെ പേരെന്ന് ചോദിച്ചു. എന്താ പ്രോഗ്രാമിന്റെ പേര്? ഫ്രോണ്ടിയർ സീഡ് എന്നാണ്. എന്താ പ്രോഗ്രാമിന്റെ പേര്? ഫ്രോണ്ടിയർ സീഡ് എന്നാണ്. ഇവിടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? മസാറ്റോ കാൻഡ എന്ന വ്യക്തിയാണ്. ആ മസാറ്റോ കാൻഡ ADBയുടെ 11ാമത്തെ പ്രസിഡന്റുമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ ADB ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഉത്തരാഖണ്ഡ് ലോൺ നൽകി. അത് എന്തിനു വേണ്ടിയിട്ടാ? സസ്റ്റൈനബിൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് ADB ഉത്തരാഖണ്ഡിന് ADB ലോൺ നൽകി. ആ ലോൺ എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് എത്രയാണ് ADB ഉത്തരാഖണ്ഡിന് സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി ലോൺ നൽകിയത് എന്ന് ചോദിച്ചു. എത്രയാണ് അത്? 126.4 മില്യണുമാണ്. ഓക്കെ. അപ്പൊ ADB പ്രൈവറ്റ് സെക്ടർ ഗ്രോത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഫണ്ടിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഫ്രോണ്ടിയർ സീഡ് എന്നുമാണ്. ആ ADBയിൽ ഇന്ത്യയുടെ ഷെയർ പൊസിഷൻ എത്രയാണ്? 4ാം സ്ഥാനമാണ്. ആ ADBയിൽ പുതുതായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആര് എന്ന് ചോദിച്ചു. എന്താണ് പേര്? എൽ സത്യ ശ്രീനിവാസ് എന്നാണ്. എന്താ പേര്? എൽ സത്യ ശ്രീനിവാസ് എന്നുമാണ്. അപ്പൊ ആ പോയിന്റ് ഒന്നും ഇവിടെ മറക്കണ്ട. എൽ സത്യ ശ്രീനിവാസ് എന്നുമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ചോദ്യമാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കാർഗോ ഡ്രോണുകൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ കമ്പനി ഒരു UK കമ്പനിയുമായിട്ട് അഗ്രിമെന്റ് ഒപ്പുവെച്ചു. ആ അഗ്രിമെന്റ് ഇനീഷ്യൽ വാലിഡിറ്റി 2 ഇയറുമാണ്. ഓക്കെ. ഏത് കമ്പനി ആരുമായിട്ട് അഗ്രിമെന്റ് ഒപ്പുവെച്ചു? കാർഗോ ഡ്രോൺ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ആരെല്ലാം തമ്മിലാണ് അഗ്രിമെന്റ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരെന്താണ്? ഇന്ത്യൻ കമ്പനിയുടെ പേരെന്താ? ഭാരത് ഫോർജ്. ഈ ഭാരത് ഫോർജ് ആരുമായിട്ട് അഗ്രിമെന്റ് ഒപ്പുവെച്ചു? UK ബേസ്ഡ് കമ്പനിയാണ്. ആ UK ബേസ്ഡ് കമ്പനിയുടെ പേര് എന്താണ്? അതിന്റെ പേരെന്താ? വിൻഡ് റേസേഴ്സ് എന്ന് പറയും. വിൻഡ് റേസേഴ്സ് എന്ന് പറയും. വിൻഡ് റേസേഴ്സ് കമ്പനി UK കമ്പനിയുമാണ്. ഇനി എന്താണ് ആ ഡ്രോണിന്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഡ്രോണിന്റെ പേര്? ആ ഡ്രോൺ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് എന്താണ്? അൾട്ര എന്ന് പറയും. ULTRA എന്നും പറയും. ഇനി അപ്പൊ എത്ര വർഷമാണ് ഈ അഗ്രിമെന്റ് വാലിഡിറ്റി എന്ന് ചോദിച്ചാൽ വാലിഡിറ്റി എത്ര വർഷമാണെന്ന് വെച്ചാൽ എത്ര? 2 വർഷം. വാലിഡിറ്റി എത്ര വർഷം എന്ന് വെച്ചാൽ 2 വർഷമാണ്. അപ്പൊ ഭാരത് ഫോർജ് ഏത് UK കമ്പനിയുമായിട്ടാണ് കാർഗോ ഡ്രോൺ ഡെവലപ്മെന്റ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് UK കമ്പനിയുമായിട്ടാണ്? വിൻഡ് റേസേഴ്സ് എന്ന കമ്പനിയുമായിട്ടാണ് അഗ്രിമെന്റ് ഒപ്പുവെച്ചത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഹൈ ജമ്പില്
വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പക്ഷെ അദ്ദേഹത്തിനല്ല നാഷണൽ റെക്കോർഡ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഇന്ത്യൻ ഫാസ്റ്റ് ഇന്ത്യൻ ഫാസ്റ്റ് ഇന്ത്യൻ ഫാസ്റ്റ് ഇന്ത്യൻ ഇൻ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. വേൾഡ് ടോക്കിയോയിൽ വെച്ച് നടന്നു. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഹൈ ജംപ് ഫൈനൽ അത് ആരാണ് എന്ന് ചോദിച്ചു. എന്താണ് ആ താരത്തിന്റെ പേര്? ആ താരത്തിന്റെ പേര് സർവേഷ് കുഷാരെ എന്ന് പറയും. എന്താ പേര്? സർവേഷ് കുഷാരെ എന്ന് പറയും. സർവേഷ് കുഷാരെ എന്ന് പറയും. ഈ ഹൈ ജമ്പിലെ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നാഷണൽ റെക്കോർഡ് ഹോൾഡർ? തേജസ്വിൻ ശങ്കർ എന്നുമാണ്. ടി ശങ്കർ. തേജസ്വിൻ ശങ്കർ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരിലാണ് നാഷണൽ റെക്കോർഡ്. എത്ര മീറ്ററാണ് അദ്ദേഹം ചാടിയത്? 2.29 മീറ്ററുമാണ്. 2.29 മീറ്ററുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് മേഖലയെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി IRDA ആണെന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ചീഫ് ആരാണ്? അജയ് സേത്തുമാണെന്നും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട്. ആ ക്രിക്കറ്റ് ടൂർണമെന്റ് പേരെന്താണെന്ന് ചോദിച്ചാൽ ദുലീപ് ട്രോഫി എന്നൊരു ട്രോഫി. ഇവിടെ ചോദ്യം ഇതാണ്: ആ ദുലീപ് ട്രോഫിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ് ചാമ്പ്യൻ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിത് പട്ടീദാർ എന്നൊരു വ്യക്തി നയിച്ച സെൻട്രൽ സോൺ ചാമ്പ്യനായി. ഇവിടെ ചോദ്യം: ആ ടൂർണമെന്റ് എവിടെ വെച്ച് നടന്നു? ഈ സെൻട്രൽ സോൺ ചാമ്പ്യൻ ആവുന്നത് എത്ര വർഷത്തിന് ശേഷമാണ്? ഈ ടൂർണമെന്റിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണ്? ഇപ്പൊ ട്രോഫിയുടെ പേര് വേറെ ഒന്നുമില്ല. ഏതാണ് ട്രോഫിയുടെ പേര്? ദുലീപ് ട്രോഫി എന്ന് പറയും. ദുലീപ് ട്രോഫി 2025. ഓക്കെ, ക്രിക്കറ്റിലെ ടൂർണമെന്റ് ആണ്. ആ ടൂർണമെന്റ് എവിടെ വെച്ച് നടന്നു എന്ന് വെച്ചാൽ ബംഗളൂരുവിൽ വെച്ച് നടന്നു. അതിൽ ആരാണ് ചാമ്പ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻ ആരാണ്? നമ്മുടെ സെൻട്രൽ സോൺ ആണ്. ഓക്കെ, സെൻട്രൽ സോൺ ആരെ തോൽപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റണ്ണറപ്പ് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റണ്ണറപ്പ് ആരാണ്? ആ റണ്ണറപ്പ് വേറെ ആരുമല്ല, സൗത്ത് സോണുമാണ്. ഓക്കെ, ഈ ടൂർണമെന്റിലെ ആരാണ് ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? യാഷ് റാത്തോഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ സെൻട്രൽ സോണിലെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രജത് പാട്ടീദാർ എന്ന വ്യക്തിയുമാണ്. ഈ സെൻട്രൽ സോൺ ചാമ്പ്യൻ ആവുന്നത് എത്ര വർഷത്തിന് ശേഷമാണ്? ആഫ്റ്റർ 11 ഇയേഴ്സുമാണ്. ഈ ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണ്? പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണ് എന്ന് ചോദിച്ചു. ആരാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? സാരനാഷ് ജെയിൻ എന്ന് പറയും. സാരനാഷ് ജെയിൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു ഉത്തരം കണ്ടെത്തുക. ഈ ടൂർണമെന്റ് 2025 ഈ ടൂർണമെന്റിന്റെ എഡിഷൻ എത്രയാണ്? 2025 ഈ ടൂർണമെന്റിന്റെ എഡിഷൻ എത്രാമത്തെയാണെന്ന് ഉത്തരം കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്ന ചോദ്യമാണ്. ആര് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടിന്റെ പേരാണ്, അല്ലെ സർവേയുടെ പേരാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. ഓക്കെ, ആ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ 2025 ഓഗസ്റ്റ് മാസത്തിൽ പബ്ലിഷ് ചെയ്തു. അത് ആര് പബ്ലിഷ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പബ്ലിഷ് ചെയ്തത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2025 ഓഗസ്റ്റ് മാസത്തിലെ സർവേ റിപ്പോർട്ട് സെപ്റ്റംബർ 15, 2025 റിലീസ് ചെയ്തു. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അത് പ്രകാരമുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഓഗസ്റ്റ് മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണ്? റൂറൽ എത്ര, അർബൻ എത്ര? ഓക്കെ, അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റും എത്രയാണ്?
റിപ്പോർട്ടിന്റെ പേര് ഏതാണ്? പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഓഗസ്റ്റ് 2025. ഈ റിപ്പോർട്ട് ആര് പബ്ലിഷ് ചെയ്തു? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഇത് പ്രകാരം ഓഗസ്റ്റ് 2025 ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണ് ഓവറാൾ എന്ന് ചോദിച്ചു. എത്രയാണത്? 5.1, 5.1. അങ്ങനെയാണെങ്കിൽ റൂറൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അത് എത്രയാണ്? 4.3 ആണ്. അർബൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയെന്ന് ചോദിച്ചു. അത് 6.7. ഓക്കെ, 6.7. അതേമാതിരി മെയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? അത് 5% ആണ്. ഓക്കെ, 5 മാസത്തെ 5 മാസത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. 5 month ലോ ആണ്. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? അത് 5.2%. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് LFPR എന്ന് പറയും. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു. അത് എത്രയാണ്? അത് 55%. അപ്പോൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ 2025 ഓഗസ്റ്റ് ആര് പബ്ലിഷ് ചെയ്തു? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. അത് റിലീസ് ചെയ്ത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 15, 2025. ഓക്കെ, ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണ്? 5.1 അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റൂറൽ അൺഎംപ്ലോയ്മെന്റ് 4.3 ആണെങ്കിൽ അർബൻ 6.7. പുരുഷന്മാർ 5 ആണെങ്കിൽ വനിതകളുടെ 5.2%. അപ്പോൾ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പബ്ലിഷ് ചെയ്തു മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് എവിടെയാണ് അത് എവിടെയാണ് എന്ന് മാത്രമല്ല, അത് ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് പ്രോഗ്രാമിന് കീഴിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്യുന്ന ഏജൻസിയുടെ പേരെന്താണ്? എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്? ഓക്കെ, നമ്മൾ കുറച്ച് പോയിന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദ്യം ഇതാണ്: നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ്. ഓക്കെ, ആ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാ? ലോത്തൽ എന്ന സ്ഥലം എവിടെയാ? ഗുജറാത്തിലുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് ഏത് പ്രോഗ്രാമിന് കീഴിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഡെവലപ്ഡ് അണ്ടർ ഏത് പ്രോഗ്രാമിന് കീഴിലാണെന്ന് ചോദിച്ചാൽ ആ പ്രോഗ്രാം ഏതാണ്? സാഗർമല എന്ന് പറയും. ഏതാ പ്രോഗ്രാം? സാഗർമല എന്ന പ്രോഗ്രാം. അപ്പൊ ഏതാ മിനിസ്ട്രി? സ്വാഭാവികമായിട്ട് ഏതാ മിനിസ്ട്രി? മിനിസ്ട്രി ഓഫ് പോർട്ട് ആൻഡ് ഷിപ്പിംഗുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് ആരാണ് ഇതിന്റെ നോഡൽ ഏജൻസി? ഈ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സിന്റെ നോഡൽ ഏജൻസി ഏത് സ്ഥാപനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നോഡൽ ഏജൻസി സ്ഥാപന പേരെന്താണ്? ഇന്ത്യൻ പോർട്ട് അസോസിയേഷൻ ആണ്. ഓക്കെ, ഇന്ത്യൻ പോർട്ട് അസോസിയേഷൻ ആണ്.
അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്ടിന്റെ എക്സിക്യൂട്ടിംഗ് ഏജൻസി ഏതാണ്? എക്സിക്യൂട്ടിംഗ് ഏജൻസി ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചു. ആരാണ്? ഇന്ത്യൻ പോർട്ട് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യൻ പോർട്ട് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡുമാണ്. എത്ര കോടി രൂപ ചെലവാക്കിയിട്ടാണ് നിർമ്മിക്കുന്നത്? കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കോസ്റ്റ്? 4500 കോടി രൂപ. 4500 കോടി രൂപ ചെലവാക്കിയിട്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, ഇത് ഫണ്ട് ചെയ്യുന്നത് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ട് ചെയ്യുന്ന മന്ത്രാലയങ്ങൾ ഏതൊക്കെയാ? മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗും മിനിസ്ട്രി ഓഫ് കൾച്ചറും. ഏതാണ് ആ ഫണ്ടിന്റെ പേര് എന്ന് വെച്ചാൽ ആ ഫണ്ടിന്റെ പേര് നാഷണൽ കൾച്ചർ ഫണ്ട് എന്ന് പറയും. ഓക്കെ, ഫണ്ടഡ് ബൈ ആരൊക്കെയാന്ന് വെച്ചാൽ ആരാ? മിനിസ്ട്രി ഓഫ് കൾച്ചറും മിനിസ്ട്രി ഓഫ് പോർട്ട് ആൻഡ് ഷിപ്പിംഗും. ഓക്കെ, ഏത് ഫണ്ട് വഴിയാണ് എന്ന് വെച്ചാൽ ഫണ്ടിന്റെ പേര് എന്താണ്? നാഷണൽ കൾച്ചർ ഫണ്ട് ഫണ്ടഡ് ത്രൂ എന്ന് ചോദിച്ചാൽ ഏതാണ്? നാഷണൽ കൾച്ചർ ഫണ്ട്. നാഷണൽ കൾച്ചർ ഫണ്ട്. അപ്പോൾ പിന്നെ ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട സൈറ്റ് ആണ് ലോത്തൽ? ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട സൈറ്റ് ആണ് ലോത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സിവിലൈസേഷൻ? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ചോദ്യം തന്നെയാണ്. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ അടുത്ത കാലത്തിൽ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്ത് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ആ പ്രോഗ്രാം നമ്മുടെ ഫാർമേഴ്സിനെ എംപവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, 5 വർഷമാണ് ഈ പ്രോഗ്രാമിന്റെ വാലിഡിറ്റി. ഇതിനു വേണ്ടി 27 കോടി രൂപയാണ് 5 വർഷം കൊണ്ട് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയില് പുതുതായി ലോഞ്ച് ചെയ്ത ഫാർമേഴ്സ് എംപവർമെന്റ് സ്കീമിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അതിന്റെ പേരെന്താ? കൃഷി സമൃദ്ധി എന്നാണ്. എന്താ പേര്? കൃഷി സമൃദ്ധി എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ, എത്ര കോടി രൂപയാണ്? ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചു. എത്രയാണ്? 25,000 crore rupees. 27 കോടി രൂപയാണ്. ഓക്കെ, ഈ പ്രോഗ്രാമിന്റെ വാലിഡിറ്റി എത്രയാണെന്ന് വെച്ചാൽ പീരീഡ് എത്ര വർഷമാണെന്ന് വെച്ചാൽ എത്ര? 5 വർഷവുമാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം പേരുന്ന PM പോഷൻ എന്നൊരു പ്രോഗ്രാം. PM പോഷൻ. ഓക്കെ, പോഷൻ അഭിയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PM പോഷൻ എന്ന സ്കീമില് മെറ്റീരിയൽ കോസ്റ്റ് ഒന്ന് ഹൈക്ക് ചെയ്തു. സാധനങ്ങളൊക്കെ വില കൂടുകയാണല്ലോ. അപ്പോൾ ചെറിയതായിട്ട് മെറ്റീരിയൽ കോസ്റ്റ് ഒന്ന് ഹൈക്ക് ചെയ്തു. ഈ PM പോഷൻ മുൻപ് അറിയപ്പെടുന്നത് മിഡ് ഡേ മീൽ എന്നായിരുന്നു. ഇത് ഏത് ടൈപ്പ് സ്കീമാണ്? ഈ മെറ്റീരിയൽ കോസ്റ്റ് എത്ര ശതമാനമാണ് ഹൈക്ക് ചെയ്തത്? എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? ഈ ഹൈക്ക് ചെയ്യുന്ന വഴി അഡീഷണൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? ഇതിന് ആനുകൂല്യം ലഭിക്കുക 0 to 6 ആണ്. നമ്മുടെ നഴ്സറി സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും നഴ്സറിയിലും പ്രൈമറി സ്കൂളിലും അപ്പർ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് ആനുകൂല്യം ലഭിക്കുക. പിന്നെ ഈ പ്രോഗ്രാമിൽ ഏത് ടൈപ്പ് സ്കീമാണ് എന്ന് ചോദിച്ചാൽ സെൻട്രൽ സെക്ടർ സ്കീമാണോ അതോ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണോ? ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആണെങ്കിൽ ആരെല്ലാമാണ് ഷെയർ വഹിക്കുന്നത്? ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹൈക്ക് മെറ്റീരിയൽ കോസ്റ്റ് അണ്ടർ PM പോഷൻ. ഓക്കെ, PM പോഷൻ എത്ര ശതമാനം ഹൈക്ക് ചെയ്തതെന്ന് വെച്ചാൽ എത്രയാണ്? 9.5%. അത് എന്ന് മുതൽ പ്രാബല്യത്തിൽ വിത്ത് എഫക്ട് ഫ്രം എന്ന് ചോദിച്ചാൽ May 1, 2025 മുതൽ നടപ്പിലാക്കാൻ. May 1, 2025 മുതൽ നടപ്പിലാക്കാൻ തുടങ്ങി. ഇനി ഇതിന് അഡീഷണൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്ന തുക എത്രയാണ്? അത് 954 കോടി രൂപ. 954
crore rupees ആണ്. 954 കോടി രൂപയാണ് നമുക്ക് അഡീഷണൽ. ഇനി ഏത് ടൈപ്പ് സ്കീമാണെന്ന് ചോദിച്ചു. ഏതാ ടൈപ്പ് സ്കീം? സെൻട്രലി സ്പോൺസേർഡ് ആണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഏതാ സ്കീം എന്ന് വെച്ചാൽ സെൻട്രലി സ്പോൺസേർഡ്. ഇതിന് പഴയകാല പേര് പ്രീവിയസ് നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് നെയിം എന്താണ് എന്ന് ചോദിച്ചു. എന്താ പ്രോഗ്രാം? മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറയും. മിഡ് ഡേ മീൽ പ്രോഗ്രാം. മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറയും. അപ്പൊ സെൻട്രലി സ്പോൺസേർഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു കാര്യം മനസ്സിലാക്കാം. എന്ത് മനസ്സിലാക്കാം? അതിൽ സ്റ്റേറ്റ് ഉണ്ടാവും, കേന്ദ്രവും ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ. ആ ഫണ്ട് ഷെയറിംഗ് റേഷ്യോ, മൊത്തം ചിലവ് ഫണ്ട് ഷെയറിംഗ് റേഷ്യോ, ഫണ്ട് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ. സെന്റർ സ്റ്റേറ്റ് എത്രയാണ്? സെന്റർ സ്റ്റേറ്റ് പിന്നെ സ്റ്റേറ്റിനോട് കൂടെ തന്നെ പറയാം യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ. കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്, അവർക്ക് നിയമസഭ കൂടി ഉണ്ടെങ്കിൽ, നമ്മൾ പോണ്ടിച്ചേരി ഒക്കെ പറയുന്നത് അതേമാതിരിയാണെങ്കിൽ ഫണ്ട് ഷെയർ ചെയ്യുന്ന റേഷ്യോ എത്ര വരുന്നത്? അത് 60:40 ആണ്. 60 കേന്ദ്രം നൽകും ചിലവ്, 40 സംസ്ഥാനം എടുക്കണം. ഇനി നോർത്ത് ഈസ്റ്റേൺ ആൻഡ് ഹിമാലയൻ സ്റ്റേറ്റ് ആണെങ്കിൽ, ആണ് എങ്കിൽ അവിടെ എത്രയാണ് വരുന്നത്? 90:10 ആണ്. ഇനി യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ വിത്തൗട്ട് ലെജിസ്ലേച്ചർ എത്രയാണ് ചെലവ് റേഷ്യോ എങ്ങനെ എടുക്കുന്നത്? വിത്തൗട്ട് ലെജിസ്ലേച്ചർ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 100% ആരെടുക്കും? കേന്ദ്ര ഗവൺമെന്റ് എടുക്കും. ഓക്കെ. 100% ആരാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ. അപ്പൊ ചോദ്യം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ PM പോഷൻ എന്ന സ്കീം പ്രകാരമുള്ള മെറ്റീരിയൽ കോസ്റ്റ് ഒന്ന് ഹൈക്ക് ചെയ്തു. എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു? 9.5%. 9.5%. ഇതാണെങ്കിൽ ലഭിക്കുക 0 to 6. ഓക്കെ. 9.5% എന്നൊരു പ്രാബല്യത്തിൽ വന്നു മെയ് 1, 2025 മുതൽ. ഇതുവഴി അഡീഷണൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 954 crore rupees-മാണ്. ഏത് ടൈപ്പ് സ്കീമാണ്? സെൻട്രലി സ്പോൺസേർഡ് ആണ്. ഓക്കെ. ഇതിൽ യൂണിയൻ ടെറിട്ടറി വിത്തൗട്ട് ലെജിസ്ലേച്ചർ ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? അത് 100% വിത്ത് ലെജിസ്ലേച്ചർ ആണെങ്കിൽ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അത് 60:40 ആണ്. 60:40. ഓക്കെ. നോർത്ത് ഈസ്റ്റേൺ ആൻഡ് ഹിമാലയൻ സ്റ്റേറ്റ് ആണെങ്കിൽ എത്രയാണ്? 90:10 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാംബു ബേസ്ഡ് ബയോ റിഫൈനറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസാമിലെ നുമാലിഗ്രാഹിലാണെന്നും പഠിച്ചിട്ടുണ്ട്. അതിന്റെ മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത സ്ഥാപനത്തിന്റെ പേരെന്താണ്? അതിന്റെ ടെക്നോളജി പാർട്ട്ണർ ആരാണ്? അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യാസ് ഫസ്റ്റ് ബാംബു ബേസ്ഡ് ബയോ റിഫൈനറി എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? നുമാലിഗ്രാഹിലാണ്. എവിടെയാണ്? നുമാലിഗ്രാഹ് എവിടെയാണ്? ആസാം. എവിടെയാണ്? ആസാമിലുമാണ്. ഓക്കെ. ഇതിനെ മെക്കാനിക്കൽ വർക്ക് ഏത് സ്ഥാപനം? മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സ്ഥാപനം? എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ആരാണ്? എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡുമാണ്. ഓക്കെ. ഇത് ടെക്നോളജി പാർട്ട്ണർ ആരാണ്? ടെക്നോളജി പാർട്ട്ണർ ആരാണ് എന്ന് ചോദിച്ചാൽ ഏതാ സ്ഥാപനം? അത് ഫിൻലാൻഡ് ബേസ്ഡ് ആയ സ്ഥാപനമാണ്. അതിന്റെ പേര് എന്താണ്? കെംപോളിസ് ഓയ് എന്ന് പറയും. കെംപോളിസ് ഓയ് എന്ന് പറയുന്ന സ്ഥാപനം. ഇത് ഫിൻലാൻഡ് ബേസ്ഡ് സ്ഥാപനമാണ്. ഓക്കെ. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്? ആസാം ബയോ എത്തനോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. കമ്പനി ഏതാണെന്ന് വെച്ചാൽ ആസാം ബയോ എത്തനോൾ പ്രൈവറ്റ് ലിമിറ്റഡ്, അവരുടേതാണ് ഈ കമ്പനി. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബാംബു ബേസ്ഡ് ബയോ റിഫൈനറി എവിടെയാണെന്ന് വെച്ചാൽ ആസാമിൽ എവിടെ വെച്ചാൽ എവിടെ? നുമാലിഗ്രാഹ് എന്ന സ്ഥലത്തുമാണ്. ഓക്കെ. അതിന് മെക്കാനിക്കൽ വർക്കാരാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. ടെക്നോളജി പാർട്ട്ണർ ആരെന്ന് ചോദിച്ചാൽ ഫിൻലാൻഡ് ആസ്ഥാനമായ കെംപോളിസ് എന്നുമാണ്. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ചോദ്യമാണ്.
ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂട്ടായ്മയാണ് ഏത്? ആ കൂട്ടായ്മയാണ് OECD എന്ന് പറയും, ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. ആ OECD ഹെഡ്ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OECD ഹെഡ്ക്വാർട്ടർ പാരീസുമാണെന്ന് പറയാം. പാരീസുമാണെന്നും നമുക്ക് അറിയാം, പാരീസുമാണെന്നും അറിയാം. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ OECD പെട്ട ഏത് രാഷ്ട്രമാണ് ഇന്ത്യയുമായിട്ട് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി സൈൻ ചെയ്ത്? ഫസ്റ്റ് OECD country sign bilateral investment treaty with India. ആദ്യമായിട്ടാണ് ഒരു OECD കൺട്രി ഇന്ത്യയുമായിട്ട് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി സൈൻ ചെയ്യുന്നത്. അത് ഏത് രാഷ്ട്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രമാണ്? അത് ഇസ്രയേലാണ്. ഇത് മുൻപേ അഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു 96-ൽ, ഇപ്പൊ അത് റിവൈസ് ചെയ്തു എന്ന് മാത്രമാണ്. ആ ഇസ്രയേലിലെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? ഇസ്രയേലിലെ ഫിനാൻസ് നമ്മുടെ നിർമ്മലാ സീതാരാമനും ഇസ്രയേലിലെ ഫിനാൻസ് മിനിസ്റ്ററും സംയുക്തമായിട്ടാണ് ഈ അഗ്രിമെന്റ് ഒപ്പുവെച്ചത്. ആ ഫിനാൻസ് മിനിസ്റ്റർ പേരെന്താണ് ചോദിക്കുന്നത്? ബസാലേൽ സ്മോട്രിച്ച് എന്ന് പറയും. ബസാലേൽ സ്മോട്രിച്ച് എന്ന് പറയും. ബസാലേൽ സ്മോട്രിച്ച് എന്ന വ്യക്തിയാണ് ഇസ്രയേലിന്റെ ധനകാര്യമന്ത്രി. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കില് നമുക്കിവിടെ പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാളില് 3 ഫോറസ്റ്റ് റേഞ്ചുകളെ ഒരു ടൈഗർ റിസർവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഏതെല്ലാം ഫോറസ്റ്റ് റിസർവുകളാണ് ഏത് ടൈഗർ റിസർവുമായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ആ ഫോറസ്റ്റ് റേഞ്ച് ഉള്ളത് ഏതെല്ലാം, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ്? അപ്പൊ ആ ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടൈഗർ റിസർവ് സുന്ദർബൻസ് എന്ന ടൈഗർ റിസർവാണ്. ആ സുന്ദർബൻസ് എന്ന ടൈഗർ റിസർവിന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പദവി ലഭിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണ്? ഇതുവഴി ഈ ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ടൈഗർ റിസർവായി മാറും. ഓക്കെ, ഒന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവാണ്. അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ വെസ്റ്റ് ബംഗാൾ 3 forest range added to Sundarbans Tiger Reserve. ഓക്കെ, ഏതൊക്കെയാണ് ആ ഫോറസ്റ്റ് റേഞ്ചുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പേര് ഒന്നുണ്ട്. ഏതാണ് ചോദിച്ചാൽ എന്താ അതിന്റെ പേര്? രാംഗംഗ എന്ന് പറയും. ഒന്ന് രാംഗംഗ ഫോറസ്റ്റ് റിസർവ്. പിന്നെ ഏതാണ്? റെയ്ദിഗി എന്ന് പറയും. എന്ന് പറയും. പിന്നെ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മാറ്റില എന്ന് പറയും. MATLA മാറ്റില എന്ന് പറയും. ഓക്കെ, ഇനി ഈ സുന്ദർബൻസ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടൈഗർ റിസർവ് ആണ്. അതിന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു. എത്രയാണ്? 3629.57 സ്ക്വയർ കിലോമീറ്ററുമാണ്. ഈ സുന്ദർബൻസിന് ടൈഗർ റിസർവ് പദവി ലഭിച്ച വർഷം എന്നുള്ളത് 1973 ആണ് ടൈഗർ റിസർവ് പദവി ലഭിച്ചത്. ഈ സുന്ദർബൻസിന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പദവി ലഭിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചു. ഏത് വർഷമാണ്? 1987 ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്?
അത് ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലമാണ്. ലാർജസ്റ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ, നാഗാർജുന സാഗർ, നാഗാർജുന സാഗർ ശ്രീശൈലം, ശ്രീശൈലം ടൈഗർ റിസർവ് ആണ്. ഓക്കെ, അതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലുമാണ്, ആന്ധ്രാപ്രദേശിലുമാണ്. ഓക്കെ, ഇതിന് അംഗീകാരം ആരപ്പോ കൊടുത്തത്? നമ്മുടെ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, നാഷണൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റിന് കീഴിലുള്ള നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ് ഈ നമ്മുടെ ഫോറസ്റ്റ് റേഞ്ചുകൾ ടൈഗർ റിസർവുമായിട്ട് ആഡ് ചെയ്യുന്നതിന് അനുമതി കൊടുത്തത്. ഓക്കെ, ഇതൊരു അഡ്വൈസറി ബോർഡാണെന്ന് മാത്രമേ ഉള്ളൂ, നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഓക്കെ, അത് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ്? 1972 ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1972 ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷമാണ്? അത് 1972 ആണ്. 1972 ആണ്. അപ്പോൾ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബീഹാറിൽ ഇപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റുള്ള സംസ്ഥാനം വരും എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കേസുകളൊക്കെ സുപ്രീം കോടതിയിൽ വന്നു. അപ്പോ സുപ്രീം കോടതി പറഞ്ഞു, നമ്മുടെ ആധാർ ഇലക്ഷൻ റോളിൽ ഉൾപ്പെടണമെങ്കിലുള്ള ഒരു ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞു. എത്രാമത്തെ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആയിട്ടാണ് ആധാറിനെ ഉൾപ്പെടുത്തുന്നത്? ഓക്കെ, ഇലക്ഷൻ റോൾ ആധാർ ഐഡന്റിറ്റി ഡോക്യുമെന്റ് എത്രാമത്തെയാണെന്ന് വെച്ചാൽ 12ാമത്തുമാണ്. ഓക്കെ, അപ്പൊ ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒന്ന് ഓർത്ത് വയ്ക്കുക, 12ന് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഒന്ന് കൊടുത്തേക്കുക, 12ാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് നോയിഡ ആസ്ഥാനമായ HCL ടെക്നോളജി എന്നൊരു കമ്പനിയുണ്ട്. HCL ടെക്നോളജി കമ്പനി ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? നോയിഡയുമാണെന്നറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ HCL ടെക്നോളജിയുടെ പുതിയ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ആരെ നിയമിച്ചു? HCL ടെക്നോളജിയുടെ പുതിയ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ആരെ നിയമിച്ചു? ആ നിയമത്തെ കാലാവധി എന്ന് പറയുന്നത് സെപ്റ്റംബർ 7, 2030 വരെയാണ്. അത് ആരെയാ നിയമിച്ചത്? വേറെ ആരെയുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അമിതാഭ് കാന്ത് എന്ന് പറയുന്ന വ്യക്തി. അമിതാഭ് കാന്ത് എന്ന വ്യക്തിയാണ്. അപ്പൊ HCL ടെക്നോളജി അവിടെ പുതിയ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ആരെ നിയമിച്ചു എന്ന് വെച്ചാൽ അമിതാഭ് കാന്തിനാണ്. ഈ HCL ടെക്നോളജി ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഹെഡ്ക്വാർട്ടർ നോയിഡയുമാണ്. എന്ന് പറയാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി? സെപ്റ്റംബർ 7, 2030 വരെയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ഈ 15 വയസ്സിന് മീതെയുള്ള ഫോർമൽ സ്കൂൾ എഡ്യൂക്കേഷനും ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളുടെ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടും ന്യൂമറസിയുമായി ബന്ധപ്പെട്ടും ക്രിട്ടിക്കൽ സ്കില്ലുമായി ബന്ധപ്പെട്ടും എല്ലാം ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം പേരാണ് ഉല്ലാസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഒരു ലിറ്ററസി പ്രോഗ്രാം എന്ന് പറയാം. ആ പ്രോഗ്രാമിന്റെ വാലിഡിറ്റി എന്ന് മുതൽ എന്ന് വരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 മുതൽ 2027 വരെയാണ്. ഓക്കെ, 15 വയസ്സിന് മീതെയുള്ള ആളുകൾക്കാണ്. ഇവിടെ ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് ആര്? നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ആ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം എന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം 2023-2024 ഈ ഇന്ത്യൻ ലിറ്ററസി റേറ്റ് എത്രയാണ് എന്നാ പറയുന്നത്. ഓക്കെ, 2011 ഒഫീഷ്യലായിട്ട് ലിറ്ററസി റേറ്റ് അനൗൺസ് ചെയ്തത്. അത് ഒഫീഷ്യൽ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സെൻസസ് പ്രകാരമുള്ള ലിറ്ററസി റേറ്റ് ആണ്. ഓക്കെ, ധർമ്മേന്ദ്ര പ്രധാൻ ഇന്റർനാഷണൽ ലിറ്ററസി ഡേയുടെ അന്ന് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2023-24 ഇന്ത്യൻ ലിറ്ററസി റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു. എത്രയാണ് അത്? 80.9 ആണ്. 80.9% ആണ്.
എത്രയാണ്? 80.9 ആണ്. ഓക്കെ. 2011 സെൻസസ് പ്രകാരം 2011 ലിറ്ററസി റേറ്റ് എത്രയാണ്? 74%. 74%. ഓക്കെ. ആ ലിറ്ററസിയുമായ പ്രോഗ്രാം ഏതാണ്? ഉല്ലാസ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഉല്ലാസ് എന്ന പ്രോഗ്രാം ഉണ്ട്. ആ ഉല്ലാസിന്റെ ഫുൾ നെയിം എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്. ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നാണ്. ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുമാണ്. ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുമാണ്. ഓക്കെ. ആ പ്രോഗ്രാമിന്റെ വാലിഡിറ്റി എന്ന് മുതൽ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ 2022 മുതൽ 2027 വരെയാണ്. 2022 മുതൽ 2027 വരെയുമാണ്. ഇവിടെ ഏജ് എത്രയാ പറയുന്നത്? 15 ആൻഡ് എബോവ്. 15 ഇയേഴ്സ് ആൻഡ് എബോവ് ആണ്. ഓക്കെ. അവർക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ ലഭ്യമല്ല എങ്കിലാണ്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ആദ്യമായിട്ട് ഏത് സംസ്ഥാനമാണ് 100% ലിറ്ററസി കൈവരിച്ചത്? നമ്മൾ ഇവിടെ 100% പറയുമ്പോൾ 95% കിട്ടിയാൽ മതി. ഓക്കെ. ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസോറാമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ മിസോറാമാണ്. ഓക്കെ. ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ലഡാക്കുമാണ്. ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് വെച്ചാൽ അത് ലഡാക്കുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ഈ 1937 1937 സ്ഥാപിതമായ ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്. അതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാ? ചെന്നൈ. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ചെന്നൈയുമാണ്. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ ബാങ്കിന്റെ സിഇഒ ആയ ഒരു വ്യക്തിയുണ്ട്. ആ ഇന്ത്യൻ ബാങ്കിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ്? ആ സിഇഒയുടെ പേര് അജയ് കുമാർ ശ്രീവാസ്തവ എന്ന് പറയും. അജയ് കുമാർ ശ്രീവാസ്തവ എന്ന് പറയും. ഈ അജയ് കുമാർ ശ്രീവാസ്തവയുടെ കാലാവധി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്? അത് നമ്മുടെ ഒക്ടോബർ 8 2027 വരെ. അജയ് കുമാർ ശ്രീവാസ്തവ ആരാണ്? ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ കാലാവധി ഒക്ടോബർ 8 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ വേൾഡ് ബാങ്കിന് കീഴിലുള്ള IFC എന്ന സ്ഥാപനം ഒരു പ്രൊജക്ടിന് ലോൺ കൊടുത്തു. ആ ഏത് സ്ഥാപനത്തിനാണ് ലോൺ കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ പേരെന്താണ്? അതിന്റെ പേര് ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സീവറേജ് സിസ്റ്റം പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊജക്ടിന്റെ കോസ്റ്റ് എത്രയാണ്? എന്താണ് ആ സീവറേജ് സിസ്റ്റം പ്രൊജക്ടിന്റെ പേര്? എത്ര വർഷത്തെ ലോണാണ് കൊടുത്തത്? എത്രയാണ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്? പിന്നെ ഇതിന് ഫണ്ട് എവിടെ നിന്നെല്ലാം ലഭിക്കുന്നു? ഈ ഫുൾ ഫണ്ടും പ്രൊജക്ട് കോസ്റ്റിന്റെ ഫുൾ ഫണ്ടും IFC ലോണായി കൊടുത്തിട്ടില്ല. അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IFC ലോൺ ടു ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ. ഓക്കെ. എത്രയാണ് ലോൺ എമൗണ്ട്? 498 കോടി രൂപ. ലോൺ എമൗണ്ട് ആണ് 498 കോടി രൂപ. എത്ര വർഷമാണ് ലോണിന്റെ വാലിഡിറ്റി? 15 വർഷ കാലാവധി ലോണാണ്. എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? ആ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 8.15%. ഏത് പ്രൊജക്ടിനാണ് ലോൺ കൊടുത്തത് എന്ന് ചോദിച്ചാൽ ആ പ്രൊജക്ടിന്റെ പേര് തന്നെ. ഇതിന്റെ പേര് മധുരവാഡ സീവറേജ് പ്രൊജക്ട് എന്ന് പറയും. മധുരവാഡ എന്ന സ്ഥലമാണ്. മധുരവാഡ സീവറേജ് സിസ്റ്റം പ്രൊജക്ട് എന്ന് പറയും. ഈ പ്രൊജക്ടിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്?
553 കോടി രൂപയാണ്. അത് 498 കോടി രൂപ IFC ലോണായി കൊടുത്തു. ബാക്കി ഒരു 45.64 കോടി രൂപ ഒരു സ്കീം പ്രകാരമാണ് ലഭിക്കുന്നത്. അത് ഏതാ സ്കീം? അത് ആ സ്കീമിന്റെ പേര് അമൃത് 2.0 എന്ന് പറയും. അമൃത് 2.0 ആണ്. ആ സ്കീം പ്രകാരമുള്ള 45.64 കോറും കൊടുക്കുന്നത്. ഈ അമൃതിന്റെ ഫുൾ നെയിം എന്താണ്? അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണം. പിന്നെ ബാക്കി വരുന്ന തുക ആരാ കൊടുക്കുന്നത്? നമ്മുടെ ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. GVMC ആണ്. GVMCയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? അത് 9.36 crore rupees 9.36 crore rupeesമാണ്. ഓക്കെ, 15 വർഷമുള്ള ലോണാണ്. 8.15% അതിന് ഇൻട്രസ്റ്റ് റേറ്റ് 8.15% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ത്? GI ടാഗ് എന്ന് പറയുന്നത്, ജിയോഗ്രഫി ഇൻഡിക്കേഷൻ ടാഗ്. ആ GI ടാഗ് കൊടുക്കുന്നത് GI രജിസ്ട്രി ആണെന്ന് പറയാം. ആ GI രജിസ്ട്രി മിനിസ്റ്റർ ഓഫ് കൊമേഴ്സിന് കീഴിലാണെന്ന് പറയാം. ഒരു തവണ GI ടാഗ് ലഭിച്ചതിന്റെ വാലിഡിറ്റി 10 വർഷമാണെന്നും അറിയാം. 10 വർഷമാണെന്ന് പറയാം. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആസാം ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയനിലെ എത്ര ബോഡോ പ്രോഡക്റ്റുകൾക്കാണ് GI ടാഗ് ലഭിച്ചത്? അതിലൊരു ജിഞ്ചർ വെറൈറ്റി ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ഒരു സിൽക്ക് വെറൈറ്റി ഉണ്ട്. എന്താ അതിന്റെ പേര്? അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം എന്താണ്? ആസാം ബോഡോ പ്രോഡക്ട്സ് റിസീവ് GI ടാഗ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര പ്രോഡക്റ്റുകൾക്കാണ് ലഭിച്ചത്? 21 പ്രോഡക്റ്റുകൾ ഇപ്പൊ ലഭിച്ചു. 21 പ്രോഡക്റ്റുകൾ GI ടാഗ് ലഭിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിലുള്ള ആ സിൽക്ക് വെറൈറ്റിയുടെ പേരെന്താണ്? ഏതാണ് ആ സിൽക്ക് എന്ന് ചോദിച്ചാൽ ആ സിൽക്കിന്റെ പേര് മുഗാ സിൽക്ക്, MUGA, മുഗാ സിൽക്ക്. 21 പേര് എടുക്കുന്ന ചിലതിന്റെ പേര് മുഗാ സിൽക്ക് എന്ന് പറയും. അതിലൊരു ജിഞ്ചർ വെറൈറ്റി ഉണ്ട്. ആ ജിഞ്ചർ വെറൈറ്റിയുടെ പേരെന്താ നിൽക്കുന്ന? കാർബി ആംഗുലോങ് എന്നൊരു കാർബി ആംഗുലോങ് എന്ന് പറയും. കാർബി. ഓക്കെ, അതിലൊരു ലിച്ചി വെറൈറ്റി ഉണ്ട്. എന്റെ പേര് എന്താ? തേസ്പൂർ എന്ന് പറയും. തേസ്പൂർ ലിച്ചിയുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ പേര് എന്താക്കി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. ഈ 92 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ഭൂപൻ ഹസാരികയാണെന്നും നമുക്കറിയാം. ഓക്കെ, ഇപ്പൊ 2023 അവാർഡ് മോഹൻലാലിന് ഇന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഭൂപൻ ഹസാരിയുടെ ബർത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിക്കൽ വോയേജ് സംഘടിപ്പിക്കും. എന്റെ പേര് എന്താണ്? ബിസ്ട്രീന പറോറെ എന്നുമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് വളരെ സിമ്പിളായ ചോദ്യമാണ്. ഓക്കെ, ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാളുകാര് പുറം സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയിട്ടുണ്ടാവും. അവിടുന്ന് കഷ്ടങ്ങളനുഭവിച്ച് തിരിച്ചു വരികയാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കീം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, റിട്ടേൺ ചെയ്യുന്ന മൈഗ്രന്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമിന്റെ പേരെന്താണ്? ഈ പ്രോഗ്രാം വഴി 5000 രൂപ ആണ് ലഭിക്കുന്നതിന്റെ 1 ഇയർ വാലിഡിറ്റീവ് ആണ്.
ഇവിടെ ചോദ്യം ഏതാണ്? ഈ മടങ്ങി വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഏത് പ്രോഗ്രാം വഴിയാണ് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത്? ഇവർക്ക് ഈ മൈഗ്രന്റ് വർക്കേഴ്സിന് എംപ്ലോയ്മെന്റ് ജോബ് കാർഡ് കൊടുക്കുന്നുണ്ട്. അതിന്റെ പേര് എന്താണ്? ഈ റിട്ടേൺ വർക്കേഴ്സ് ഏത് പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടത്? അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് മൈഗ്രന്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ട്, വെസ്റ്റ് ബംഗാളിലെ മൈഗ്രന്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ട്, വെസ്റ്റ് ബംഗാൾ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെസ്റ്റ് ബംഗാളിൽ നിന്നും പുറമെ ജോലിക്ക് പോയ ആളുകൾ എന്നാണ്, അല്ല വെസ്റ്റ് ബംഗാൾ വന്ന ആളുകൾ എന്നല്ല. വെസ്റ്റ് ബംഗാളിലെ മൈഗ്രന്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ട്. എന്താണ് ആ പ്രോഗ്രാമിന്റെ പേര് എന്ന് ചോദിച്ചാൽ എന്റെ പേര് എന്താ? ശ്രം ശ്രീ എന്നാണ്. എന്താ പേര്? ശ്രം ശ്രീ എന്നുമാണ്. ഓക്കെ. ഫിനാൻഷ്യൽ സപ്പോർട്ട് എത്രയാണ് എന്ന് ചോദിച്ചാൽ, ഫിനാൻഷ്യൽ സപ്പോർട്ട് എത്രയാണ് എന്ന് ചോദിച്ചു. എത്ര രൂപയാണ്? 5,000 റുപ്പീസ്. 5,000 റുപ്പീസുമാണ്. ഓക്കെ, 5,000 റുപ്പീസുമാണ്. പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ട വെബ് പോർട്ടൽ, രജിസ്ട്രേഷൻ വെബ് പോർട്ടൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് എന്താണ്? ഒന്നുമില്ല, ശ്രം ശ്രീ പോർട്ടൽ. ശ്രം ശ്രീ പോർട്ടലുമാണ്. ശ്രം ശ്രീ പോർട്ടലുമാണ്. ഇനി ഫ്രീ സ്കിൽ ട്രെയിനിങ്, ഫ്രീ സ്കിൽ ട്രെയിനിങ് ഏത് സ്കീം പ്രകാരം കൊടുക്കുന്നു വെച്ചാൽ അതിന്റെ പേര് ഉത്കാഷ് ബംഗ്ല എന്ന് പറയും. ഉത്കാഷ് ബംഗ്ല, ഉത്കാഷ് ബംഗ്ല എന്ന സ്കീം പ്രകാരമാണ്. ഓക്കെ, ഇവർക്ക് ജോബ് കാർഡ് കൊടുക്കുന്നു. ഏതിന്റെ പേര്? അതിന്റെ പേര് കർമ്മശ്രീ ജോബ് കാർഡ് എന്ന് പറയും. ജോബ് കാർഡ്, ജോബ് കാർഡിന്റെ പേര് എന്താണ്? കർമ്മശ്രീ, കർമ്മശ്രീ ജോബ് കാർഡ്, കർമ്മശ്രീ ജോബ് കാർഡുമാണ്. ജോബ് കാർഡിന്റെ പേര് എന്ന് വെച്ചാൽ എന്താണ് പേര്? കർമ്മശ്രീ ജോബ് കാർഡുമാണ്. അപ്പോൾ ആ പോയിന്റ് അവിടെ മറക്കണ്ട. ജോബ് കാർഡിന്റെ പേര് കർമ്മശ്രീ ജോബ് കാർഡുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. 12ാമത് ഏഷ്യൻ മെൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻ ഇന്ത്യയാണെന്നറിയാം. ഇന്ത്യ ആരെ തോൽപ്പിച്ചു? സൗത്ത് കൊറിയയെ തോൽപ്പിച്ചു. 4-1 ഇന്ത്യ തോൽപ്പിച്ചത്. 4-1 ഇന്ത്യ തോൽപ്പിച്ചത് എന്ന കാര്യം നമുക്കറിയാം. അതേമാതിരി ഇസ്രയേൽ എന്ന രാഷ്ട്രം ഈ അടുത്ത കാലത്തായിട്ട് ലോഞ്ച് ചെയ്ത സ്പൈസ് സാറ്റലൈറ്റിന്റെ പേരെന്താണ്? സ്പൈസ് സാറ്റലൈറ്റിന്റെ പേര് എന്താണ്? അത് ഡെവലപ്പ് ചെയ്തെടുത്തത് ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ്. ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അത് എവിടുന്ന് ലോഞ്ച് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടുന്ന് ലോഞ്ച് ചെയ്തു? ഏത് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്തു? ഇസ്രയേൽ ലോഞ്ച് ചെയ്ത, ഇസ്രയേൽ ലോഞ്ച് ചെയ്ത സ്പൈസ് സാറ്റലൈറ്റ്, സ്പൈ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് പേര്? ഒഫക് 19 എന്ന് പറയും. ഒഫക് 19 എന്നാണ്. ഒഫക് 19 എന്നുമാണ്. ഏത് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്തു? റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു. അതിന്റെ പേരെന്താണ്? ആ റോക്കറ്റിന്റെ പേര് എന്താണ്? ഷാവിത്ത് എന്നാണ്. SHVAT, ഷാവിത്ത് എന്ന റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്തു. ഓക്കെ, എവിടുന്ന് ലോഞ്ച് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്ന ലോഞ്ച് ചെയ്ത്? അത് ഏത് എയർബേസ് ആണ്? പാൽമാച്ചിം എയർബേസ് എന്ന് പറയും. പാൽമാച്ചിം, പാൽമാച്ചിം, പാൽമാച്ചിം എയർബേസ്, പാൽമാച്ചിം എയർബേസ്. നമ്മൾ സ്പേസ് പോർട്ട് എന്ന് പറയുന്നത് അവർ എയർബേസ് എന്ന് പറയുന്നു. നമ്മളിവിടെ എയർബേസ് വേറെ രീതിയിൽ പറയുന്നു. അതോട്ട് കേട്ടെ. ഇനി ആരാണ് ഇത് ഡെവലപ്പ് ചെയ്ത്? ഡെവലപ്പ് ബൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെവലപ്പ് ബൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഇസ്രയേൽ എയറോസ്പേസ്, ഇസ്രയേൽ എയറോസ്പേസ്, ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമാണ്. ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇസ്രയേൽ ലോഞ്ച് ചെയ്ത സ്പൈസ് സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ ഏതാണ്? അതിന്റെ പേര് ഒഫക് എന്നാണ്. OFEK, ഒഫക് എന്നാണ്. ഒഫക് എന്നാണ്. ഓക്കെ, അത് ഏത് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് റോക്കറ്റ് ആണ്? ഷാവിത്ത് എന്നാണ്. എവിടുന്ന് ലോഞ്ച് ചെയ്തു? പാൽമാച്ചിം എന്നല്ല, പാൽമാച്ചിം എന്നുമാണ്. പാൽമാച്ചിം എന്ന സ്ഥലവുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. ആ പോയിന്റ് അവിടെ മറക്കണ്ട. പോയിന്റ് അവിടെ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഒരു ഡോപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്യൂരിറ്റി മെറ്റീരിയൽ ഉണ്ടല്ലോ, ആന്റി ഡോപ്പിംഗ് പ്യൂരിറ്റി മെറ്റീരിയൽ. എന്തിന്റെ പേര്? അതിന്റെ പേര് എന്താ? മെത്താഡിയോൺ ലോങ് ടേം മെറ്റാബോളൈറ്റ് എന്ന് പറയുന്ന ആന്റി ഡോപ്പിംഗ് പ്യൂരിറ്റി മെറ്റീരിയൽ ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്തെടുത്തവരാണ് NDTAലും NIPERുമാണെന്നും അറിയാം. കാണും. ഇന്ന് ഇവിടം കൊണ്ട് നിർത്തുന്നു. ശരി, താങ്ക് യു.